ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് റെന്നി എന്നാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വരുന്നത്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ചിങ്കൽത്തടം ഇടവക അംഗമാണ്. ഞാൻ 2018 ഫെബ്രുവരിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതുമുതൽ ഉടമ്പടി ജീവിതം മാതാവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണ് എൻ്റേത്. 2018 കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പുതുക്കലിന് ശേഷം എനിക്ക് അത്ഭുതകരമായ ഒരു രോഗശാന്തി ലഭിച്ചു. അത് ഞാൻ ഈ ആൾക്കാരെ തന്നെ സാക്ഷ്യം പറഞ്ഞാണ്. ഇതിപ്പം 2ാം തവണയാണ് സാക്ഷ്യം പറയാൻ വരുന്നത്. കോവിഡ് കാലഘട്ടത്തിന് ശേഷം 2023 ഞാൻ ഉടമ്പടി 4ാം തവണ പുതുക്കി കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് എനിക്കൊരു 15 വർഷമായിട്ട് വീട് എനിക്ക് വീതം കിട്ടിയ വീട് ഒരു വളരെ മോശമായിട്ട് താമസയോഗ്യമല്ലാത്തൊരു വീടായിരുന്നു. ആ വീട് പുതുക്കി പണിയാൻ വേണ്ടി ഞങ്ങൾ കുടുംബമായിട്ട് 10-15 വർഷമായിട്ട് നിരന്തരം പ്രാർത്ഥനയിലുണ്ട്. അപ്പോൾ ഉടമ്പടിയിലും നിയോഗം വെച്ച് ഭവനത്തിൻ്റെ പണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 2023 4ാം പ്രാവശ്യം ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വർഷം തന്നെ വീടിൻ്റെ പണി പൂർത്തിയാക്കുവാനും അതിൽ കയറി താമസിക്കുവാനും എനിക്ക് മാതാവ് അനുഗ്രഹിച്ചു. ആ സാക്ഷ്യം ഞാൻ പറയാൻ താമസിച്ചു പോയി. അതിന് മാതാവിനോട് ക്ഷമാപണം നടത്തുകയാണ്. അതിനുശേഷം എനിക്ക് വീണ്ടും ഉടമ്പടി തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് 2024 ആയപ്പോഴത്തേനും എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി എനിക്ക് നഷ്ടമായി. ജോലിയില്ലാതെ ഒരു 1.5 വർഷത്തോളം വീട്ടിലിരിക്കേണ്ടി വന്നു. ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രോജക്റ്റായിരുന്നു ചെയ്തുകൊണ്ട്, ഞാനൊരു മ്യൂസീഷ്യനാണ്. അപ്പോൾ ആ പ്രോജക്റ്റ് കൊറോണയ്ക്ക് ശേഷം ആ പ്രോജക്റ്റ് നിർത്തുകയും എനിക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഞാൻ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. ഇത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. സ്ഥിരവരുമാനമുള്ളൊരു ജോലിക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ പുതുക്കി വീട്ടിൽ ചെന്നു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് പുതിയൊരു ചാനലിൽ നിന്നൊരു വിളിയുണ്ടായി. താൽക്കാലികമായിട്ടാണെങ്കിലും ഒരാൾക്ക് പകരമായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ അവിടെ കയറുകയും ഈ നിമിഷം വരെ എനിക്ക് ആ ജോലി മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ സ്ഥിരപരമായുള്ളൊരു ജോലി എനിക്ക് തിരികെ ലഭിച്ചു. അമ്മ മാതാവ് എനിക്കത് തിരികെ തന്നു. ഉടമ്പടിയിൽ തുടരുന്ന ഇത്രയും വർഷമായിട്ടും എനിക്ക് നിരവധി അനുഗ്രഹങ്ങളാണ്. ആത്മീയമായിട്ടാണെങ്കിൽ എൻ്റെ കുടുംബത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥനയിലും അതിൻ്റെ അരൂപിയിലുമാണ് ജീവിക്കുന്നത്. ഞങ്ങൾ ഈ ഡെയിലി ബ്രെഡ് എന്ന പ്രാർത്ഥന ഒരു ദിവസം പോലും ഇതുവരെ മുടക്കിയിട്ടില്ല. ഞങ്ങൾ ഫാമിലി, എൻ്റെ മകനുണ്ട്, അവൻ പൂനെയിലാണ്, മോളും വൈഫുമാണ് വീട്ടിലുള്ളത്. ഞാൻ ജോലി സ്ഥലത്തായിരിക്കും. ഞങ്ങൾ ആയിരിക്കുന്ന സമയത്ത് കറക്റ്റ് 5:30 മണിയാകുമ്പോൾ തന്നെ അലാറം വെച്ചിട്ട് ആ ടൈമിൽ തന്നെ ഞങ്ങൾ ആ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യാറുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനവും പത്തനംതിട്ടയിലും കോഴഞ്ചേരിയിലൊക്കെയുള്ള ജനറൽ ആശുപത്രികളിൽ ഞങ്ങൾ സന്ദർശിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തി പോരുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെയുള്ള സാധുക്കളായിട്ടുള്ളവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ നാട്ടിൽ തന്നെ ഒരു സഹോദരന് വീട് വെക്കുവാൻ, വസ്തു വാങ്ങി വീട് വെക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു. ആ വീട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. പത്രമൊക്കെ കൊടുക്കുന്ന എല്ലാം ഹോസ്പിറ്റലുകളിലും ഓർഫനേജുകളിലൊക്കെ ഞങ്ങൾ സന്ദർശിക്കുക, അവിടെ പത്രവിതരണം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സങ്കീർത്തനം 37 5-ാം തിരുവചനം പറയുന്നു: നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വസിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ദൈവമായ തമ്പുരാൻ നമുക്ക് നൽകുന്ന വലിയ ഒരു ഉറപ്പാണ്. നീ നിന്റെ ജീവിതം ദൈവത്തിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ കർത്താവ് നമ്മുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുമെന്ന വലിയ ഒരു ഉടമ്പടിയാണ് ഓരോരുത്തരുമായി ദൈവം നാമായി ചെയ്തിട്ടുള്ളത്. പരിശുദ്ധ അമ്മയുമായി നാം ഈശോയിലൊരു ഉടമ്പടി ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും അമ്മ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി ചെയ്യുകയാണ് ഈ സാക്ഷ്യ പരിപാടിയുടെ ഒരു ക്ലൈമാക്സ്. റെനി എന്ന സഹോദരൻ ഇവിടെ സാക്ഷ്യം പറയാനെത്തുന്നത് 2ാം തവണയാണ്. 5 തവണ അദ്ദേഹം തൻ്റെ ഉടമ്പടി പുതുക്കി. എപ്പോഴും ഉടമ്പടിയിലായിരുന്നു. തൻ്റെ തകർച്ചകളുടെ കാലത്തും ലക്ഷങ്ങളുടെ അദ്ദേഹം പറയുകയായിരുന്നു, എനിക്ക് 50 ലക്ഷത്തോളം കടമുണ്ടായിരുന്നു. ഞാൻ കടത്തിൽ മുങ്ങിത്താഴുമ്പോഴും ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയോട് കൂടിയായിരുന്നു.
ഈശോ എന്നെ താങ്ങി നിർത്തിയ, പത്രോസിന് കൈ കൊടുത്തുകൊണ്ട് വെള്ളത്തിൽ നിന്ന് കരകയറ്റിയ ഒരു വലിയ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ എപ്പോഴും ഉടമ്പടിയിലാണ്. ഇപ്പോഴിതാ എൻ്റെ മകൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അവളും ഇനി ഉടമ്പടിയിലായിരിക്കും. എൻ്റെ കുടുംബം വളരെ നഷ്ടത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നെങ്കിലും ദൈവമാണ് ഞങ്ങളെ എല്ലാ കഷ്ടതകളിൽ നിന്നും കരപിടിച്ചുയർത്തുന്ന വലിയ തമ്പുരാൻ എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. അദ്ദേഹം അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നത് 2ാം തവണയാണ്. 15 വർഷമായിട്ട് അദ്ദേഹത്തിന് ഒരു നല്ല ഭവനമില്ലായിരുന്നു. അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവർ 5ാം തവണ പുതുക്കിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു നല്ല ഭവനം ഉണ്ടായി. അവർ വളരെ സന്തോഷത്തോടെയാണ് ഇപ്പോൾ ആ ഭവനത്തിൽ താമസിക്കുന്നതെന്ന് സാക്ഷ്യപ്പെടുത്തി. അതുപോലെ 2024 അദ്ദേഹത്തിനൊരു നല്ല ജോലി ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു. അദ്ദേഹം 5ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു നല്ല ചാനൽ, അദ്ദേഹം ഒരു നല്ല മ്യൂസിഷ്യനാണ്, ഒരു നല്ല പുതിയ ചാനലിൽ നിന്ന് അദ്ദേഹത്തിന് ഓഫർ വന്നു. അദ്ദേഹം ഇപ്പോൾ താൽക്കാലിക ജോലി ഒരു പെർമനൻ്റ് പോലെയായി ഏകദേശം 1 വർഷത്തിലധികമായി അദ്ദേഹം ഈ ജോലിയിൽ തുടരുകയാണ്. അമ്മ മാതാവ് നമ്മളെ വഴി നടത്തുന്ന വിചിത്രങ്ങളായ സാക്ഷ്യങ്ങളാണ് നാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സമർത്ഥിക്കുകയുണ്ടായി, എൻ്റെ കഷ്ടതകളിലും സങ്കടങ്ങളിലുമെല്ലാം മറ്റുള്ളവരിലേക്ക് നോക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും അവരെ സപ്പോർട്ട് ചെയ്യാനുമുള്ളൊരു വലിയ വിശാലമായ ഹൃദയമാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിക്കും കുടുംബാംഗങ്ങൾക്കും കൈവന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. എൻ്റെ കടങ്ങളിലും കഷ്ടതകളിലും മറ്റൊരു മനുഷ്യന് ദുഃഖമുണ്ട്, സങ്കടമുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ കാണാനും കണ്ണു നിറയാനുമുള്ള വലിയ ഒരു സംരക്ഷണവും സൗഭാഗ്യവും അദ്ദേഹത്തിന് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു വലിയ മനസ്സും പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു. എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുകയും തൻ്റെ ഉടമ്പടി നിബന്ധനകളിൽ അദ്ദേഹം കുമ്പസാരിക്കുകയും വചനവായനയിലും എല്ലാം നിബന്ധനകളോടുകൂടി തന്നെ അതൊരു സ്നേഹപ്രകരണമായി ഇന്നത് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ വലിയ ഒരു അടയാളമാണ് താൻ എപ്പോഴും ഉടമ്പടിയിലായിരിക്കുന്നത്, ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ എല്ലാ നഷ്ടങ്ങളിലും, ജോലി നഷ്ടപ്പെടുമ്പോഴും തൻ്റെ സങ്കടങ്ങളിലുമെല്ലാം പരിശുദ്ധ അമ്മ കൂടെ നിന്ന് എല്ലാം ക്രമീകരിക്കുന്നു എന്ന വലിയ സാക്ഷ്യത്തിന് നമുക്ക് നന്ദി പറയാം. ഇനിയും അദ്ദേഹത്തിന് ഈ അൾത്താരയിൽ വലിയ സാക്ഷ്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. അദ്ദേഹത്തിനും കുടുംബത്തിനും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും സങ്കടപൂർണമായ എല്ലാ നിയോഗങ്ങളെയും ഈ റെന്നി എന്ന സഹോദരൻ്റെ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞ് ഈ സാക്ഷ്യം വളരെ വലിയൊരു കയ്യോടുകൂടി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.